എന്തുകൊണ്ട് അദ്ദേഹം ഈ കല്ലിടിയിലിന് വേണ്ടി ചെല്ലുന്നതിന് മുമ്പ് ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിനെ ഒഴിവാക്കി? ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന വില കുറഞ്ഞ പ്രചരണങ്ങളിൽ നിന്നും നാടകങ്ങളിൽ നിന്നുമെല്ലാം വിഷ്ണുനാഥ് പിന്തിരിയുന്നതായിരിക്കും നല്ലതെന്നും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. കൊല്ലത്ത് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷന്റെ കല്ലിടലുമായി ബന്ധപ്പെട്ട് കുണ്ടറ MLA വിഷ്ണുനാഥ് ഉയർത്തിയിരിക്കുന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒന്നാണ്. എന്തിനും ഏതിനും CPIM-ന്റെ മേൽ പഴിചാരി ജനങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നത് UDF നേതാക്കന്മാരുടെയും വിഷ്ണുനാഥിന്റെയും ഒക്കെ തന്നെ ഒരു വിനോദമായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ നിർമ്മാണ ഉദ്ഘാടനത്തിന് തടസ്സം സൃഷ്ടിക്കപ്പെട്ടത് CPM ആണ് എന്ന ആരോപണമാണ് അത് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. എവിടെ ഏത് വികസന പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും അതിനെതിര് നിൽക്കുന്ന പാർട്ടി അല്ല CPIM എന്നത് വിഷ്ണുനാഥ് തന്നെ മനസ്സിലാക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടെ സംഭവിച്ചത് എന്താ? കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷന് സ്ഥലം കണ്ടെത്തിയിരിക്കുന്ന അത് നല്ലില 2-ാം വാർഡാണ്. ആ വാർഡില് ഒരു ഉദ്ഘാടനം അദ്ദേഹം സംഘടിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ആ ചടങ്ങ് നടക്കുന്നിടത്ത് ജനപ്രതിനിധികളെ എല്ലാം വിളിക്കുക എന്നത് സാമാന്യ മര്യാദയായിട്ടുള്ള ഒരു കാര്യമാണ്. ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്ത് പ്രദാനം ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത് അംഗത്തെ അദ്ദേഹം ഈ പരിപാടിയിൽ നിന്നും ബോധപൂർവമായി ഒഴിവാക്കി എന്നത് നാട്ടിൽ ഉയർന്നു വന്ന വിമർശനത്തിന്റെ കാരണങ്ങളിൽ ഒന്നാണ്. 2 MLA ഫണ്ട് എന്ന് പറയുന്നത് നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ MLA ഫണ്ട് എന്ന നിലയിൽ നൽകുന്ന ഒരു ഫണ്ടാണ്. ആ ഫണ്ട് ആശുപത്രികൾക്ക് വേണ്ടി വിനിയോഗിക്കും, റോഡിന് വേണ്ടി വിനിയോഗിക്കും, സ്കൂളുകളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കും, പോലീസ് സ്റ്റേഷനുകളുടെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെ ഒക്കെ പുനരുദ്ധാരണ ആവശ്യത്തിന് വേണ്ടിയൊക്കെ വിനിയോഗിക്കപ്പെടുക എന്നത് കേരളത്തിലെ എല്ലാ MLA-മാരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ MP-ക്ക് അനുവദിച്ചിട്ടുള്ള ഫണ്ട് MP ഇവിടെ തന്നെ നിർദ്ദേശ പ്രകാരമായിട്ട് അത് വിനിയോഗിക്കപ്പെടുക എന്നുള്ളതുമെല്ലാം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായി നടന്നു വരുന്ന ഒന്ന് തന്നെയാണ് എന്നതാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് സ്റ്റേഷനും ഒക്കെ തന്നെ ഭരണഘടനാപരമായി തന്നെ പരിശോധിക്കപ്പെടുമ്പോൾ അത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ തന്നെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഒന്നാണ്. അവിടെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കപ്പെടുമ്പോൾ ആഭ്യന്തര വകുപ്പിനെ അറിയിക്കുകയും അംഗീകാരം വാങ്ങുകയും ചെയ്യുക എന്നത് ജനാധിപത്യപരമായിട്ടും ഭരണഘടനാപരമായിട്ടുമുള്ള ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ? എന്തുകൊണ്ട് അദ്ദേഹം ഈ കല്ലിടിയിലിന് വേണ്ടി ചെല്ലുന്നതിന് മുമ്പ് ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിനെ ഒഴിവാക്കി? അദ്ദേഹം വ്യക്തമാക്കപ്പെടേണ്ട ഉത്തരങ്ങളിൽ ഒന്നാണ്. 2, ആ കല്ലിടിയിൽ നടക്കുന്നിടത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിന്റെ പകുതിയുള്ളതാണ്. ആ ജില്ലാ ഡിവിഷനെ പ്രദാനം ചെയ്യുന്ന CPIM-ന്റെ പ്രതിനിധിയെ എന്തുകൊണ്ട് ഈ ചടങ്ങിലേക്ക് അവർ ക്ഷണിച്ചില്ല എന്നത് രണ്ടാമത് വിഷ്ണുനാഥ് വ്യക്തമാക്കപ്പെടേണ്ട ഒന്നാണ്. 3-ാമത്തെ കാര്യം, കാലാവധി പൂർത്തിയാക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ പെടുന്നനെ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു രാത്രി പോസ്റ്റ് എടുത്ത് ഒട്ടിച്ച് രാവിലെ കുറച്ച് അനുയായികളുമായി വന്നു ഒരു കല്ല് ഇട്ട് മടങ്ങി പോകേണ്ട ഒരു അടിയന്തര സാഹചര്യം എന്താ? പോലീസ് സ്റ്റേഷൻ വാടക കെട്ടിടത്തിലാണെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിലും ആ പോലീസ് സ്റ്റേഷന്റെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അല്ലെങ്കിൽ MLA ആയി മാറിയിട്ട് എത്ര വർഷങ്ങളായി? ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന സന്ദർഭത്തിലാണോ ഇതിനെ സംബന്ധിച്ച് ബോധ്യമായത്? സമീപ ദിവസങ്ങളിൽ
MLA സാന്നിധ്യമില്ലായ്മയൊക്കെ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ തന്നെ മണ്ഡലത്തിലെ വോട്ടർമാർ തന്നെ ചില വിമർശനങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന്റെ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടി പാതിരാത്രി സന്ദർഭത്തില് ഒരു കഥ മെനഞ്ഞെടുത്ത് അതിൽ CPM-നെ കടന്നാക്രമിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ ആക്ഷേപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നടത്തിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. ഇങ്ങനെ UDF പലയിടത്തും സ്വീകരിക്കുന്ന ഓരോ തന്ത്രങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ അടിസ്ഥാന രഹിതമായിട്ടുള്ള ആരോപണങ്ങൾ CPM-നും സംസ്ഥാന സർക്കാരിനുമൊക്കെ എതിരെ കഥയുണ്ടാക്കി അത് കുറച്ച് ആളുകളെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന വില കുറഞ്ഞ പ്രചരണങ്ങളിൽ നിന്നും നാടകങ്ങളിൽ നിന്നുമെല്ലാം വിഷ്ണുനാഥ് പിന്തിരിയുന്നതായിരിക്കും നല്ലതെന്നും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു.